യുവ സംഗീതജ്ഞൻ അനൂപ് വെള്ളാറ്റത്തൂരിന്റെ ആത്മഹത്യയിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? എന്താണ് സുഹൃത്തുക്കൾ പറയുന്നത്? വളരെ വിഷമം ഉണ്ടാക്കിയ, എല്ലാവരെയും ഞെട്ടിച്ച ഒരു മരണമായിരുന്നു അനൂപ് വെള്ളാറ്റത്തൂരിൻ്റേത്. അതായത് ദുരൂഹതകളുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുകയാണ്. ആത്മഹത്യാക്കുറിപ്പൊക്കെ ഉണ്ട്, ആരും ഉത്തരവാദികളല്ലെന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്കറിയാം ഈ ബാലഭാസ്കറിൻ്റെയൊക്കെ മരണവുമായി ബന്ധപ്പെട്ടോ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണം പ്രത്യേകം ഒരു വിങ്ങായി പോകേണ്ടി വരും. കാരണം ഇവർ കലാകാരാണ്, അതുകൊണ്ട് എന്താണ് ഇതിന് കാരണമെന്നൊക്കെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇതിലെന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യത്തിൽ അന്വേഷണം ഉണ്ടാകും. അനൂപ് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. എപ്പോഴും സന്തോഷവാനായി തന്നെയാണ് അദ്ദേഹത്തെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം കണ്ടത്. അങ്ങനെ ഒരു വ്യക്തി എന്തിനാണ് ജീവനൊടുക്കിയതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. മരണത്തിന് 2 ദിവസം മുമ്പ് വരെ അദ്ദേഹം സംഗീത രംഗത്തടക്കം സജീവമായിരുന്നു. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും തൻ്റെ കലാസബരിയിൽ അനൂപ് മുഴുകിയിരുന്നു. ഈ ആദ്യമായി കണ്ട നാൾ എന്നുള്ള പാട്ട്, അതോടൊപ്പം തന്നെ പാതി വിരിഞ്ഞു നിൻ പൂമുഖം, ഈ ഞായറാഴ്ച വെള്ളാറ്റത്തൂർ വികസന സമിതി യോഗത്തിൻ്റെ സമാപന കലാവിരുന്നിൽ ഈ ഗാനം ആലപിച്ചാണ് അനൂപ് മടങ്ങിയത്. വളരെ സന്തോഷകരമായിട്ടാണ്, വളരെ എല്ലാവരെയും രസിപ്പിച്ചും ആസ്വദിപ്പിച്ചുമാണ് അദ്ദേഹം അന്ന് പോയത്. തൊട്ടടുത്ത ദിവസം തൃശ്ശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായ ഇദ്ദേഹം തിങ്കളാഴ്ച സ്കൂളിലെത്തി ക്ലാസ്സും എടുത്തിരുന്നു. അധ്യാപനം ഇഷ്ടപ്പെട്ട വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. വളരെ ആസ്വദിച്ചായിരുന്നു അദ്ദേഹം ക്ലാസ്സുകൾ എടുത്തത്. അപ്പോൾ അതുപോലെ വിദ്യാർത്ഥികളുമായി സംവദിച്ചുകൊണ്ട് തന്നെയാണ് ക്ലാസ് എടുത്തത്. വലിയ തമാശകളൊക്കെ പറഞ്ഞ് പാട്ടുകളൊക്കെ പാടി ആണ് ക്ലാസ് എടുത്തത്. എന്നാൽ തൊട്ടടുത്ത ദിവസം സംഗീത ലോകത്തിൽ നിന്നും അനൂപ് സ്വയം വിടവാങ്ങുകയായിരുന്നു. നഗരത്തിലെ ഫ്ലാറ്റിൽ സജ്ജീകരിച്ചിരുന്ന സ്റ്റുഡിയോയിലാണ് അനൂപിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ ഇടയ്ക്കയിൽ വളരെ അസാമാന്യ കഴിവുള്ള ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. ഗിറ്റാറിൽ വളരെ മനോഹരമായ ഗിറ്റാർ ഉപയോഗിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ ഹാർമോണിയം, ഇതെല്ലാം തന്നെ അദ്ദേഹം വളരെ അനായാസമായി കൈകാര്യം ചെയ്യുമായിരുന്നു. ഇതിൽ കൈവഴക്കം തന്നെ നേടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സംഗീതം ഒരുപാട് പേർ ആസ്വദിച്ചിരുന്നു. സിനിമാ ഗാനങ്ങളും ശാസ്ത്രീയ സംഗീതവും സോപാന സംഗീതവും കവിതയും എല്ലാം പല വേദികളിൽ അദ്ദേഹം അവതരിപ്പിച്ചു. ഞായറാഴ്ചത്തെ സംഗീത പരിപാടിക്ക് ശേഷം മടങ്ങുമ്പോൾ സുഹൃത്തുക്കളോട് തൻ്റെ ആഗ്രഹം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അതായത് ജന്മനാടായ വെള്ളാറ്റത്തൂർ എന്ന പേരിൽ കൂടി പ്രശസ്തമാകണം. പുതുതായി വാങ്ങിയ കാറിലായിരുന്നു ഈ വരവ്. വീട്ടുകാരുടെ കുട്ടനും നാട്ടുകാരുടെ അനൂപ് മാഷുമായിരുന്നു അനൂപ്. ചെണ്ടയിലെ കുലപതി മൂത്തമ്മന കേശവൻ നമ്പൂതിരിയുടെ പേരക്കുട്ടിയുടെ മകനായ ഇദ്ദേഹം സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചത് ഹാർമോണിയം കലാകാരനും നാടകഗാന ഗായകനുമായ പിതൃ സഹോദരൻ കേശവൻ വെള്ളാറ്റത്തൂരിൽ നിന്നാണ്. തൃശ്ശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ പ്രതിഭയുടെ മികച്ച ശിക്ഷണത്തിൽ യുവജനോത്സവ വേദികളിൽ നിരവധി പേർ വിജയകിരീടം അണിഞ്ഞു. കുട്ടികൾക്കൊപ്പം അവരുടെ കൂട്ടുകാരനായി പാട്ടുപാടി നടക്കുന്ന രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ. ഭയങ്കരമായി അദ്ദേഹം തമാശകൾ പറയും, അതോടൊപ്പം തന്നെ പാട്ടുകൾ പാടും. കുട്ടികളെ ആസ്വദിപ്പിക്കുന്ന വിധത്തിൽ, കുട്ടികളെ ആകർഷിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ഗായകൻ കൂടിയായിരുന്നു. 2019 തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് അനൂപ് രചിച്ച് സംഗീതം നൽകിയ ഒരു ഗാനം ഇലഞ്ഞിക്കൂട്ടം ബാൻഡ് ചെയ്തിരുന്നു. പൂരക്കാലത്ത് യൂട്യൂബിൽ റിലീസ് ചെയ്ത പൂരം ജനിച്ചൊരു നാടെന്ന് തുടങ്ങുന്ന ഗാനത്തിന് വൻ സ്വീകാര്യത തന്നെയായിരുന്നു ലഭിച്ചത്. കേരളവർമ്മ കോളേജിൽ ഗസ്റ്റ് അധ്യാപകനായും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. വെള്ളാറ്റത്തൂർ കല്ലാറ്റ് കുടുംബാംഗമാണ്. തയ്യൂർ ഗവൺമെൻറ് സ്കൂൾ അധ്യാപികയായിരുന്ന രാജലക്ഷ്മിയുടെയും പുറ്റേക്കര സെൻറ്റ് ജോർജ് സ്കൂളിലെ റിട്ടയർഡ് പ്രധാന അധ്യാപകൻ പരേതനായ പീതാംബരൻ്റെയും മകനാണ്. ഭാര്യ ഡോക്ടർ പാർവതി, മക്കൾ പാർവണ, പാർത്ഥിബ് എന്നിവരാണ്. അപ്പോൾ സംസ്കാരവും നടന്നു. ഇലഞ്ഞിക്കൂട്ടം ബാൻഡിൻ്റെ അമരക്കാരനായിരുന്നു. അനൂപിൻ്റെ വിയോഗത്തോടെ ബാൻഡും അനാഥമായ നിലയിലാണ്. ഏതായാലും ഒരു വലിയ വിഷമമുണ്ടാക്കിയ, കേരളത്തിലെ കലാകാരന്മാരെ ഒക്കെ ഞെട്ടിച്ച ഒരു മരണമായിരുന്നു അനൂപിൻ്റേത്. അതുകൊണ്ട് തന്നെ ഈ അനൂപിൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ ഏറെ ദുഃഖത്തിലാണ്. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യുമെന്ന്. കാരണം അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. ക്ലാസ് എടുക്കാൻ ഭയങ്കര സന്തോഷമായിരുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളെ ആകർഷിപ്പിക്കുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ. പുതുതായി കാറൊക്കെ വാങ്ങി. സ്വാഭാവികമായി ഇങ്ങനെ ഒരു വ്യക്തി എന്തിന് ആത്മഹത്യ ചെയ്യണം എന്നുള്ളൊരു ചോദ്യം അവശേഷിച്ചു. തലേദിവസം വരെ അതിനെപ്പറ്റി യാതൊരു സൂചനകളും ഇല്ലായിരുന്നു. തലേദിവസം വരെ, അതായത് ഇത് ക്ലാസ് എടുക്കുന്നു, സന്തോഷകരമായി പോകുന്നു, പുതിയ കാറിൽ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ആത്മഹത്യ എന്തിനു ചെയ്യണം എന്നുള്ളൊരു ചിന്ത എല്ലാവരിലും ഉണ്ടാകും. കാരണം ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യകത അയാളുടെ പെരുമാറ്റത്തിലോ ബോഡി ലാംഗ്വേജിലോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണം. ദുരൂഹത ഇല്ലെന്ന്, ആരും ഉത്തരവാദികളല്ലെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുരൂഹതകളില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്.
എന്തായാലും ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത് ഇതിൽ അന്വേഷണം നടത്തിയേ പറ്റൂ, കാരണം ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു വ്യക്തി ആയിരുന്നില്ല അദ്ദേഹം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഏതായാലും ഇക്കാര്യത്തിലൊരു അന്വേഷണം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ബാലഭാസ്കറിൻ്റെ മരണം നമ്മൾ അറിഞ്ഞു, അത് ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ദുരൂഹതകൾ ഇപ്പോഴും കെട്ടഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കുഞ്ഞുൾപ്പെടെയാണ് മരിച്ചത്. അതോടൊപ്പം തന്നെ സ്വർണ്ണ കടത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വർണ്ണ കച്ചവടം അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കേട്ടിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ ഈ ഇടയ്ക്ക് ചാനലിൽ വന്നിരുന്ന ഇന്റർവ്യൂ ഒക്കെ നൽകിയിരുന്നു. അപ്പൊ അവിടെയും തൃപ്തികരമായിട്ടുള്ള ഉത്തരങ്ങളല്ല ലക്ഷ്മി എന്നല്ലേ ലക്ഷ്മി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നൽകാൻ കഴിയുന്നത്. കാരണം അവിടെ അവർക്ക് അവരുടെ ഭർത്താവിന്റെ ചില പുറത്ത് പറയാൻ പറ്റാത്ത ഇടപാടുകൾ അവർക്ക് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം മരണപ്പെട്ട വ്യക്തിയാണ്. നമ്മൾ മരണപ്പെട്ട വ്യക്തിയെ ഇനി എന്തിനാണ് വീണ്ടും വലിച്ചഴക്കുന്നത് എന്നുള്ളത് കൊണ്ടായിരിക്കാം അവർക്ക് അത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവരവരുടെ ഒരു സാമട്ടിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഈ കലാകാരന്മാർക്ക് ഇത്തരം അതായത് നമ്മൾ അറിയാലോ, കലാകാരന്മാർക്ക് ആസ്വാദകരുണ്ടാവുന്ന എല്ലാ ശ്രേണിയിൽപ്പെട്ട ആൾക്കാരും ഉണ്ടാവും. അപ്പം അങ്ങനത്തെ വിവിധ തലങ്ങളിലുള്ള ബന്ധങ്ങൾ അവർക്കുണ്ടാവും. അപ്പം ഈ തലങ്ങളിലുണ്ടാവുന്ന ഈ ബന്ധങ്ങളെല്ലാം തന്നെ നമുക്കറിയാം നടൻ കലാഭവൻ മണിക്ക് ഉണ്ടായിരുന്ന ബന്ധങ്ങളെ പറ്റി മറ്റു കാര്യങ്ങളെ പറ്റി നമുക്കറിയാം. അപ്പോൾ ഇവരെല്ലാം ഒരു വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ള, അതായത് ഇവർ കൊടുക്കുന്ന ഇവർക്ക് ഇതുപോലെ ധാരാളം പ്രോഗ്രാമുകളും മറ്റും വരുന്നതാണ്. ഇവര് അപ്പൊ അതിലൂടെ ധാരാളം ധനം സമ്പാദിക്കാൻ ഇവർക്ക് പറ്റും, സമാഹരിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സൊസൈറ്റിയിൽ, സമൂഹങ്ങളിൽ ഇങ്ങനെയുള്ള അതായത് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ്, അതായത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരും ഇവരെ ചാക്കിട്ട് പിടിക്കും. കാരണം ഇവരിലൂടെ ഒരു ധനസമാഹരണം സാധ്യമാണ്. അപ്പോൾ ഒരുപക്ഷെ അത്തരം കുരുക്കുകളിലൊക്കെ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ പിന്നെ അവർക്ക് അതിൽ നിന്ന് തല ഊരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്തെങ്കിലും വ്യക്തിപരമായ ഒരു പ്രശ്നമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് നമുക്കറിയാം, ഈ അദ്ദേഹത്തിന് തലേ ദിവസങ്ങളിലും മറ്റും അത് അദ്ദേഹത്തിന്റെ മുഖത്തും ശരീര ഭാഷയിലൊക്കെ അത് പ്രതിഫലിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും കണ്ടില്ലായിരുന്നു. അപ്പോൾ മറ്റെന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ത്രെറ്റ് അല്ലെങ്കിൽ ഒരു ഭീഷണി അതായത് വന്നപ്പോൾ ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഇത്തരത്തിൽ, അതായത് ഇനി ജീവിച്ചിരിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു മാനം തന്നെ പോകും, അല്ലെങ്കിൽ അത്തരത്തിൽ എൻ്റെ ഒരു പങ്ക് ഇതിലുണ്ടെന്ന് അറിയാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും. അതായത് ഇദ്ദേഹം ഡയറക്ട്ലി ഒരു കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നല്ല പറയുന്നത്, ഒരു മോശം കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ എന്തെങ്കിലും ഒരു കൂട്ടുകെട്ടിലോ അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു തട്ടിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബന്ധങ്ങൾ ഉണ്ടാകാം. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഉണ്ടായ ഒരു ആത്മഹത്യ ആകാം എന്നും പറയുന്നുണ്ട്. ഏതായാലും പോലീസ് കണ്ടെത്തട്ടെ, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതിനുശേഷം വ്യക്തമാക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.